സെമിയിലും ഫൈനലിലും ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതായത് സെമിയിൽ ഫൈനലിൽ യുവരാജായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. ഞാൻ ആ ടൂർണമെന്റ് മാൻ ഓഫ് ദി സീരീസ് അദ്ദേഹമായിരുന്നു. ഏതാണ്ട് ആ റോളിലാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ 2 കളികളിലായിട്ട് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതാണ് പറയുന്നത്, ചിലപ്പോൾ ഈ ടൂർണമെന്റിന് താരമായി പോലും സഞ്ജു സാംസൺ മാറിയുള്ള അത്ഭുതപ്പെടാനില്ല. അതുപോലുള്ള ഇന്നിങ്സുകളാണ്, അത്ര കോൺഫിഡന്റിലാണ് അദ്ദേഹം കഴിയും. ഇന്നത്തെ ഷോട്ടുകളൊന്നും ഒന്നും കുറ്റം പറയാനില്ലാത്ത ആകപ്പാട് ഒരു മിനിറ്റ് സത്യം പറഞ്ഞാൽ ഹാരിബ്രൂക്കിന്റെ കയ്യിലേക്ക് പോയതാണ്. പക്ഷെ ആവേശം നോക്കില്ല ചേട്ടാ, ഓരോ ഗ്രൗണ്ടിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരായിക്കോട്ടെ, ഇത് ഫാൻ പാർക്കിൽ നിന്നും പലരും കളി കണ്ടിറങ്ങുന്നവരുണ്ട്. എല്ലാവരുടെയും മുഖത്തൊരു റിലീഫാണ്. അതായത് ഒരു ശ്വാസം ഒരുമിച്ച് എല്ലാവരും ഒന്നും പുറത്തേക്ക് വിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആഘോഷിക്കുകയാണ്. ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നു. 140 കോടി ജനങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കിതൊരു 1 സൈഡ് ഗെയിം ആണെങ്കിൽ നമ്മൾ എപ്പോഴും ആഘോഷിച്ചാണ്. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് വരെ ഇംഗ്ലണ്ട് കൊടുത്തൊരു ഫൈറ്റ്, ലാസ്റ്റ് ശിവം ദൂബയുടെ ഓവർ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായിട്ട് പോലും ആർച്ചർ കൊടുത്ത ഫൈറ്റ്, ഇംഗ്ലണ്ട് കൊടുത്ത ഫൈറ്റ്, ജേക്കബ് ബെത്തൽ കൊടുത്ത ഫൈറ്റ്, ടേക്ക് ബോ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഗംഭീരമായിട്ട് തന്നെയാണ് അവർ ഇത് ചേസ് ഡൗൺ ചെയ്തത്. 253 എന്ന യമണ്ടൻ ടാർഗറ്റ് ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് 2-3 വിക്കറ്റുകൾ തുടക്കത്തിലെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ മൊമെന്റം കൈയിട്ട് പോകാൻ പറ്റുമെങ്കിൽ അവിടെ ജേക്കബ് ബെത്തൽ എന്ന ഒറ്റയാൾ പോരാട്ടം നടത്തി അവിടെ ജേക്കബ് ബെത്തലിന്റെ ഇന്നിങ്സ് കാരണം അവിടെ ഉണ്ടാക്കിയ ചേഞ്ച് വിൽ ജാക്സന് കളിക്കാൻ സാധിച്ചു. ജോസ് ബട്ട്ലറിന് 17 പന്തിൽ 25 റൺസ് കൊടുക്കാനേ കഴിഞ്ഞെങ്കിൽ പോലും അതൊരു നിർണായകമായ തുടക്കമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ നമുക്ക് ആഘോഷിക്കേണ്ട സമയമാണ്. ഇനി ഞായറാഴ്ച ന്യൂസിലൻഡ് ആണ്. 5-4-1 നമ്മൾ ഈ T20 പരമ്പര ന്യൂസിലൻഡിനെതിരെ സ്വന്തമാക്കിയത്. അതുപോലെ ഒരു വിജയം ലാസ്റ്റ് ഫൈനലിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? നല്ല പോരാട്ടമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ഒരു ലക്ഷത്തിന്റെ ബാറ്റിംഗ് പെർഫോമൻസ് കാണുമ്പോൾ അത് മാത്രമല്ല അവരുടെ ബൗളിംഗ് പെർഫോമൻസ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമുക്കറിയാം ജേക്കബ് ഡഫി അടക്കമുള്ള ബൗളർമാര്, ഷാരനെ പോലുള്ള സ്പിന്നർമാര് അവര് ഫൈറ്റ് ചെയ്യും. കാരണം അത്ര ഒരു വലിയ മേജർ ടൂർണമെന്റ് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഫൈനൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഫൈനൽ നടക്കുന്ന അതായത് നമ്മള് ഈ ബൗളിംഗും കൊണ്ട് ന്യൂസിലൻഡിന് പോയ വല്ല കാര്യം ഉണ്ടാവും എന്നുള്ള സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ ചോദ്യമാണ്. ജസ്റ്റ് കമന്റ് സെക്ഷനിലോട്ട് പോയപ്പോഴാണ് വരുൺ ചക്രവർത്തിയെ സ്വാഭാവികമായിട്ടും ആളുകൾ ട്രോളുന്നു. വരുൺ ചക്രവർത്തിക്ക് വരാൻ കുൽദീപ് യാദവ് കളിക്കുമോ എന്നുള്ള ആശങ്കകളുണ്ട്. പക്ഷേ ഈ ബൗളിംഗും കൊണ്ട് ന്യൂസിലൻഡ് അടുത്ത് പോയി കഴിഞ്ഞാൽ അഹമ്മദാബാദ് സ്റ്റേഡിയം വാങ്കഡെ നമ്മൾ 2011 ലോകകപ്പ് പൊക്കിയ നമ്മുടെ ഒരു ഫേവറേറ്റ് ഗ്രൗണ്ടാണ്. പക്ഷേ അഹമ്മദാബാദ് അങ്ങനെയല്ല. ഒന്നാമത് നമുക്ക് ആ ഗ്രൗണ്ട് രാശിയില്ല. 2 ഈ ബൗളിംഗും കൊണ്ട് ചെന്നാൽ അല്ലേ ഗുണമുണ്ടാവോ? ബൗളിംഗ് എനിക്ക് തോന്നുന്നത് ഈ ലെവലിൽ മാറ്റം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പരമാവധി വന്നു പോയാൽ ഒരു പക്ഷേ ഈ പറയുന്നത് വരുൺ ചക്രവർത്തി കയറും, കുൽദീപ് യാദവിനെ ന്യൂസിലൻഡിനെതിരെ അർഷദീപിന് പകരം മുഹമ്മദ് സിറാജ് വരണമെന്നും കുറെ പേര് പറയുന്നുണ്ട്. ഞാൻ ഇവര് ഈ പ്രേക്ഷകർ പറയുന്നത് ഞാൻ അതുപോലെ അല്ലിച്ചണ്ട് ഇട്ടുതരാണ്. അർഷദീപ് കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിയാൽ ആദ്യത്തെ ഓവറുകളിലൊക്കെ തല്ലുവാങ്ങിയെങ്കിലും ഡെത്ത് ഓവറുകളിൽ മുന്നിട്ടുണ്ട്. ഇന്നും വലിയ കുഴപ്പമില്ലാതെ അർഷദീപ് എറിഞ്ഞുകൊണ്ട് പോയി. വലിയ കുഴപ്പം 4 ഓവർ 53 റൺസ് തുടങ്ങി. അതെ, അത് ഇന്ന് 250 അടിക്കുമ്പോ പിന്നെ സ്വാഭാവികമല്ലേ എന്നുള്ളത്. പക്ഷേ അതെ, എന്നാൽ പോലും നമ്മള് ഇന്ത്യൻ ബൗളിംഗ് പ്രശ്നമാണ് എന്ന വാദത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ചേട്ടാ. ഐ തിങ്ക് ഒരു ചേഞ്ച് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞല്ലോ, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബാറ്റിംഗ് ആണ്. അത് ഇംഗ്ലണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 2 ബാറ്റിംഗ് ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. പിന്നെ എനിക്ക് നമ്മുടെ ഒരു ബൗളിംഗ് ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെടുന്ന ഇത്രയും പരീക്ഷിക്കപ്പെട്ട ഒരു മത്സരം ഈ വേൾഡ് കപ്പിൽ വേറെ കാണുന്നു. സത്യം ഇത്രയും പരീക്ഷിച്ച ഒരു മത്സരം വേറെ കാണത്തില്ല. ഇത്രയും പരീക്ഷണം ഏറ്റുവാങ്ങിയ ഒരു ഇന്ത്യൻ ബൗളിംഗ് ലൈനപ്പ് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. വേറെ ഒരു മത്സരത്തിൽ നമുക്ക് ഇത്രയും പാടുപെട്ടു. എവിടെ എറിയണമെന്ന് അറിയാൻ വട്ടായി പോയി എനിക്കൊന്നും. അതായത് ഇതിപ്പോ അക്ഷർ പട്ടേൽ ഇതിനിടയ്ക്കൂടെ ഒരു ഓവർ കഴിഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. അത് ഒന്നുമില്ല, അത് എക്സ്പീരിയൻസ് ആണ്. ഒന്നാലോചിക്കണം. കാരണം ഇത്രയും കളികൾ നൽകിയ ഒരു എക്സ്പീരിയൻസും പരിചയമാണ്. അതായത് അക്ഷർ പട്ടേൽ ആദ്യത്തെ 2 സിക്സ് അടിക്കുമ്പോൾ ആദ്യത്തെ ബാൾ ചെയ്തതിന്റെ 90 കിലോമീറ്ററാണ്. രണ്ടാമത്തെ ബോളറേയും അക്ഷർ 80 റണ്ണിന്റെ സിക്സാണ്. മൂന്നാമത്തെ വിക്കറ്റ് ബോൾ അറിയാൻ ഫ്ലൈറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 70. പക്ഷേ എല്ലാം നമ്മൾ ഈ അനാലിസിസ് ഒക്കെ മാറ്റി വെച്ചപ്പോൾ നമുക്കിപ്പോ സന്തോഷിക്കാൻ കഴിയുന്നു. നമുക്ക് ഓരോന്നോരോ നമ്മൾ എടുത്തു പറയാമെങ്കിൽ പോലും നമുക്കിപ്പോ എന്താ പറയാ, ഈ ജനങ്ങളോടൊപ്പം തന്നെ നമ്മൾ ആഘോഷിക്കുക. വാങ്കഡെ സഞ്ജു ഡേ എന്ന് തന്നെ പറയാം. സഞ്ജു ഡേ ആയിട്ട് മാറുന്നു വാങ്കഡെ. ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈഡൻ ഗാർഡൻസും സഞ്ജു അങ്ങ് എടുത്തോണ്ട് പോയി. ഈഡൻ ഗാർഡൻസ് ആയാലും വാങ്കഡെ ആയാലും ചെപ്പോക്കായാലും ഞാൻ കളിക്കാനുള്ള കളി ഞാൻ കളിക്കുമെന്ന് സഞ്ജു പറയുന്നുണ്ട്. സഞ്ജു കിട്ടുന്ന ആരവം, അതായത് ഞാൻ കഴിഞ്ഞ ചെപ്പോക്കിൽ വേണമെങ്കിൽ
ചെപ്പോക്കിൽ വേണമെങ്കിൽ ശരി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു താരമാകാൻ പോവാണ് സഞ്ജു, അപ്പോൾ അതിന്റെ ആരവം എന്ന് വിളിക്കാം. കൊൽക്കത്തയിൽ ഈ വാങ്കഡയിൽ സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ സഞ്ജു ചേട്ടാ സഞ്ജു ചേട്ടാ സഞ്ജു ചേട്ടാ എന്ന് നിലവിളിയാ. ഞാൻ പറയുന്നത് ഒരു പ്ലെയർ T20 ലോകകപ്പിൽ തഴഞ്ഞ പ്ലെയർ, ആ പ്ലെയർ അഭിഷേക് ശർമ്മ എന്ന വ്യക്തി വയ്യാണ്ടായപ്പോൾ പകരക്കാരനായി വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ടീമിൽ സ്ഥാനമില്ല, അത് കഴിഞ്ഞ് വീണ്ടും കളിക്കാൻ അവസരം കിട്ടുന്നു, അതിൽ പ്രൂവ് ചെയ്യുക മാത്രമല്ല വിമർശകരുടെ എന്താ പറയാ അവർക്ക് കരണത്തടി കൊടുക്കുന്ന രീതിയിലുള്ള മത്സരം. ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ടീമിൽ ഇടം കിട്ടാത്ത ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് അവിടെ കൂടി നിൽക്കുന്ന 40,000 50,000 പേര് കിടന്ന് ഒരേ സ്വരത്തിൽ വിളിക്കുന്നത്. വേറെ ഏത് ഇന്ത്യയുടെ T20 ടീമിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള കളിക്കാരനാര് ചോദിച്ചാൽ ഒറ്റ ഉത്തരമുള്ളൂ സഞ്ജു സാംസൺ എന്ന് മാത്രമേ. കാരണം ഇന്ന് വാങ്കഡയിൽ ഉയർന്ന ആരവം എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഈ സഞ്ജു എന്ന പ്ലെയറെ എത്രത്തോളം ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ് റിലേ ചെയ്യുന്നവർ എത്രത്തോളം സഞ്ജുവിന് പ്രതീക്ഷ വെക്കുന്നു എന്നത് ഇന്ന് വാങ്കഡയിൽ ഉയർന്ന ആരവം കാണുമ്പോൾ മനസ്സിലാവും. എന്തൊരു ബഹളമായിരുന്നു, എന്തൊരു ഫാൻ ബേസാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ BCCയും ICC ഒക്കെ പുറത്തോട്ട് കുറെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. അതായത് ടീം ബസ്സിൽ സഞ്ജു എന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ബഹളം, ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴുള്ള ബഹളം, പ്രാക്ടീസ് സെഷനിലേക്ക് അദ്ദേഹം വരുമ്പോൾ ആളുകളുടെ ആവേശം, അതുപോലെ തന്നെ ഇപ്പോൾ ദിനേശ് കാർത്തിക്, ഹർഷ ഭോഗ്ലെ, ഇയാൻ ബിഷപ്പ് അടക്കമുള്ള മുൻകാല പ്ലേയേഴ്സ്, പിന്നെ നിലവിലെ കമന്റേറ്റേഴ്സ്, അവരെല്ലാം സഞ്ജുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് നമ്മളൊരു മലയാളി ഒരു മലയാളി എന്ന് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം ഈ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ അവിടെ പോയി കളിക്കുന്ന ഒരു ഫീലാണ് അല്ലെ. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നമ്മുടെ റെപ്രസെന്റേറ്റീവ് അതേതോ എന്ന് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ. സഞ്ജു ഓരോ സ്റ്റേഡിയത്തിലും ഒന്നാലോചിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ ചെപ്പോക്കായാലും അതുകൊണ്ട് ഈഡൻ ഗാർഡൻസ് ആയാലും ഇന്ന് വാങ്കഡയായാലും ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമുദ്രയായിട്ടുള്ള സ്റ്റേഡിയങ്ങളാണ്. ഇവിടെയൊക്കെ ഒരു മലയാളി പോയി നിന്ന് രാജ്യത്തിന് വേണ്ടി കളിച്ച് മാൻ ഓഫ് ദി മാച്ച് അവാർഡുകൾ മേടിക്കുകയാണ് എന്നൊരു ആലോചിക്കുമ്പോഴാണ്. കാരണം ഇന്ന് സഞ്ജു കാഴ്ചവെക്കുന്ന ഇന്നിങ്സ്, സഞ്ജുവിന് വേണമെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് വേണമെങ്കിൽ സെഞ്ചുറിയിലേക്ക് പോകാനായിട്ട് സഞ്ജു ഒരു ഘട്ടത്തിൽ പോലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സെക്കൻഡ് ഇന്നിങ്സ് കളിക്കുമ്പോൾ നമുക്ക് ഇന്നിങ്സിന്റെ പേസ് കൂട്ടാം കുറയ്ക്കാം, നമുക്ക് ടാർഗറ്റ് മുന്നിൽ കണ്ട് കളിക്കാം, വേണമെങ്കിൽ നമുക്കൊരു സെഞ്ചുറി കളിക്കാം. പക്ഷേ ഇന്നത്തെ ഇന്നിങ്സ് ആ മൊമെന്റ് തുടങ്ങിയ മൊമെന്റിൽ നിന്ന് ഒരു തവണ പോലും ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടില്ല, ഗിയർ ഡൗൺ ചെയ്തിട്ടില്ല. ടോപ്പ് ഗിയർ തുടങ്ങി ടോപ്പ് ഗിയർ തന്നെ എന്ത് ചെയ്തൊരു ഇന്നിങ്സാണ്, എന്ത് രസമുള്ള ഇന്നിങ്സായിരുന്നു. നേരത്തെ പറഞ്ഞത് ആദിൽ റഷീദിന്റെ ബോളുകൾ ശരി ബഹുമാനിക്കേണ്ട ബോളുകൾ ബഹുമാനിക്കും, നേരെ ശിവൻ ദുബൈക്ക് സ്ട്രൈക്ക് കൊടുക്കുക. ശിവൻ ദുബൈ ആണെങ്കിൽ വിശന്ന് വിലയും നിൽക്കുന്ന കണക്കാണ്. കിട്ടിയ ബോളൊക്കെ എല്ലാം വെളിയിലാണ്, എല്ലാം ഭാഗ്യമായിരുന്നു ഈ ബോളുകളെല്ലാം വരുന്നത്. അത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ പതർച്ച ഇന്ത്യൻ ബാറ്റിംഗ് കണ്ടില്ലെന്നുള്ളത്. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാതിരുന്നില്ല, എല്ലാ ഓവറിനും അവരാണ് ഒരു 14-15 നല്ല റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റി. ഗംഭീര ബാറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ തിരിച്ചടിപ്പ് ഇംഗ്ലണ്ട് തിരിച്ചടി. പക്ഷെ നമ്മൾ അത്ര സന്തോഷത്തോടല്ല കണ്ടുകൊണ്ടിരുന്നത് എന്നത് മാത്രമേ. പക്ഷെ ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള നിലയിൽ അതൊരു അസാമാന്യമായ തിരിച്ചടിയായിരുന്നു, അസാമാന്യമായ ചേസിംഗ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമുക്കും ഇടയിലുണ്ടായിരുന്ന ഒരു വ്യത്യാസം ബുംറ മാത്രമാണ്. ആ ബുംറയുടെ ലോകത്ത് എന്തുകൊണ്ട് ലോകത്ത് 1-ാം നമ്പർ ബൗളർ ആകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഈ ബുംറയുടെ ഈ പ്രകടനം തന്നെയാണ്. അതെ, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇനി കളി ജസ്റ്റ് ഒന്ന് ഞാൻ സംസാരിച്ചു പോകാം. 10 ഓവറിൽ ഇരു ടീമുകളും ഒരേ റൺസാണ്. വിക്കറ്റുകളുടെ വ്യത്യാസമുണ്ട്, പക്ഷെ ഒരേ റൺസാണ്. 12 ഓവറിലും അതേ റൺസാണ്. 13 ഓവർ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് നമ്മളെക്കാൾ 6 റൺസിന് മുന്നിലെത്തി. അപ്പോഴൊക്കെ ഉണ്ടായ ടെൻഷൻ ഉണ്ടല്ലോ, കാരണം നമുക്ക് നല്ലൊരു ഫിനിഷ്. 16-ാമത്തെ ഓവറിൽ ഇംഗ്ലണ്ട് നമ്മൾ ഏതാണ്ട് 1 റണ്ണായിരുന്നു അവിടെ. പക്ഷേ വ്യത്യാസം ഇംഗ്ലണ്ടിന് 1 വിക്കറ്റ് അധികം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ഈ 16-ാമത്തെ ഓവറിന് ശേഷം കളി നമ്മുടെ കയ്യിലേക്ക് വന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 17-ാമത്തെ ഓവർ അശ്വിൻ പറയുന്നു, 18-ാമത്തെ ഓവർ ബുംറ കളിയുണ്ട്. 18-ാമത്തെ ഓവറിലാണ് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ശ്വാസം നേരെ വന്നത്. കാരണം 2 ഓവറിൽ ഏതാണ്ട് 40 സംതിങ് റൺ, അല്ല 38 കണ്ടു വന്നു. ആ ഒരു ഇതിൽ വന്നു. 19-ാമത്തെ ഓവറിൽ ഹർദിക് പാണ്ഡ്യ ഫസ്റ്റ് ബോളിൽ 6 കൊടുത്തെങ്കിലും ബാക്കി 5 ബോൾ അദ്ദേഹം മനോഹരമായിരുന്നു. 20-ാമത്തെ ഓവറിൽ ഫസ്റ്റ് ബോളിൽ ആ ഫീൽഡിങ് റണ്ണൗട്ട്. അതോടുകൂടിയാണ് പിന്നെ സാമാൻ കയറ്റായിരുന്നു. പിന്നെ ഓക്കെ, പിന്നെ ഒന്നും സംഭവിക്കാനില്ല. നേരത്തെ പറഞ്ഞത് അതെ, ശിവൻ ദുബൈ വല്ല മുറിയിട്ടും കൊടുത്താൽ മാത്രമല്ല. എന്തായാലും
അവസാനത്തെ 3 ബാൾ ശിശു കൊടുത്തെങ്കിലും ചങ്ങായി ആദ്യത്തെ 3 ബാൾ എറിഞ്ഞ് ക്ലിയർ ചെയ്യും. അതെ, അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് കൊടുത്താലും കുഴപ്പമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വെറുതെ എറിഞ്ഞു വിട്ടു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് ചേട്ടാ, ഈ ബൗളിംഗ് ടീം അത്ര ഗംഭീരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരേ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത് ജസ്പ്രീത് ബുംറ തന്നെയാണ്. അദ്ദേഹം ഡെത്ത് ഓവേഴ്സിലേക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു സൂര്യയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നിയത് ജസ്പ്രീത് ബുംറയ്ക്ക് വേണ്ടി ബാക്ക് എൻഡിൽ ഓവേഴ്സ് മാറ്റിവെച്ചു. അതായത് പവർ പ്ലേയിൽ എറിഞ്ഞ് വീഴ്ത്തി തീർക്കാണ്ട് ബാക്ക് എൻഡിൽ എനിക്കിതിന് ആവശ്യമുണ്ട്, ഞാൻ നിന്നെ വെച്ചേക്കാണ്, നീ എനിക്ക് വേണ്ടി ഡെലിവർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് കമന്റ് പറഞ്ഞുകൊണ്ട് പിന്നെ നാസിർ ഹുസൈൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.